സൃഷ്ട്വാ പുരാണി വിവിധാനി അജയാത്മശക്ത്യാം വൃക്ഷാൻ സരീസൃപപശൂൻ ഖഗദംശമത്സ്യാൻ തൈസ്തൈഃ അതുഷ്ടഹൃദയാം പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവഃ. ഭക്തിയുടെ പരമകാഷ്ഠയില് ഭഗവാൻ ഭക്തൻ എന്നുള്ള ഭേദം പോലും പോയി കേവല ഭഗവത് സ്വരൂപം മാത്രം അവശേഷിക്കുന്നു. അതിന് പരാഭക്തി എന്ന് പറയുന്നു. ഈ ഭക്തി ജ്ഞാനോത്തരമാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. അങ്ങനെ ഒരു ഭക്തിയെ പറയുന്നു. ജ്ഞാനത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഭക്തി, ജ്ഞാനത്തിന് മുമ്പ് ഉണ്ടാകുന്ന ഭക്തി. ഭക്തിയെ തന്നെ രണ്ടു വിധത്തിലും പറയാം. ഭക്തിയാ സഞ്ജാതയാ ഭക്തിയാ ബിഭ്രതി ഉത്പുളകാം തനും. ഭക്തി കൊണ്ട് ഒരു ഭക്തി, സാധനാഭക്തി. ലോകത്തില് സാമാന്യമായി കാണപ്പെടുന്നത് സാധനാഭക്തിയാണ്. സാധനാഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമായി സ്വരൂപജ്ഞാനം ഉണ്ടാകുന്നു. ശുദ്ധമായ ചിത്തത്തിൽ ആത്മാ പ്രകാശിക്കുന്നു, ആത്മാനുഭവം ഉണ്ടാകുന്നു, ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആ ആത്മാനുഭവത്തിനെ തന്നെയാണ് ഭാഗവതം മുക്തി എന്നും പറയണത്. മുക്തി സ്വരൂപേണ അവസ്ഥിതി എന്നാണ് ഭാഗവതത്തിൽ തന്നെയുള്ള വ്യാഖ്യാനം. താൻ തന്നിൽ തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇരിക്കൽ, അബൈഡിങ് ഇൻ വൺസ് റിയൽ നേച്ചർ ഈസ് മുക്തി. മുക്തി എന്ന് വെച്ചാൽ എന്താ? സ്വാതന്ത്ര്യം, ഫ്രീഡം. ഈ ഫ്രീഡം ഓഫ് ദ സെൻസസ്, ഫ്രീഡം ഓഫ് ദ മൈൻഡ്, ഫ്രീഡം ഓഫ് ദ ബോഡി ദാറ്റ് വി നോ. അതിനാണ് ഇപ്പൊ എല്ലാവരും ഫ്രീഡം എന്ന് വിചാരിക്കുന്നത്. This is not freedom of the senses. This is freedom from the senses, freedom from the body, freedom from the mind. വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ്. ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യം, ശരീരത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നത്. സ്വാതന്ത്ര്യം ഋഷികൾ പറയണത് ശരീരത്തിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യം, മനസ്സിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യം, ഇന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിനെയാണ് ഋഷികൾ മുക്തി അഥവാ സ്വാതന്ത്ര്യം. അങ്ങനെയുള്ള ആളെ സ്വതന്ത്രൻ എന്ന് കരുതാൻ പറ്റുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ നമ്മളുടെ ശരീരത്തിന് അടിമയാണ്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല ആഹാരം കഴിക്കുക, ശരീരം വിചാരിക്കുമ്പോൾ ആഹാരം കഴിക്കും. നമ്മൾ വിചാരിക്കുമ്പോഴല്ല ഉറങ്ങുക, ശരീരത്തിന് ഉറക്കം വരുമ്പോ ഉറങ്ങും. നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങളെയല്ല കാണുന്നത്. കണ്ണ് എന്തിനെ കാണുന്നു അത് ഉള്ളിൽ പോകും. നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഏകാദശ സ്കന്ധത്തിൽ 24 ഗുരുക്കളെ കണ്ടു. അതിൽ അവസാനം ഒരു ശ്ലോകം പറഞ്ഞു, ജിഹ്വൈകതോ അമും ഉപകർഷതി കർഹിതർഷാം ശിഷ്ണോന്യതഃ ത്വഗുദരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യതശ്ചപലദൃക്വച കർമ്മശക്തി ബഹ്വ്യഃ സപത്ന്യൈവ ഗേഹപതിം ലുനന്തി. അല്ല, ബഹു തമാശായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. സാധാരണ ഒരു മനുഷ്യന്റെ, എ പേഴ്സൺ ഹു ഈസ് ടോട്ടലി എ സ്ലേവ്,
എന്തിനാ അടിമയായിരിക്കണത്? അവനവന്റെ തന്നെ ശരീരത്തിന്. ഇതൊരു ജയിലാണ്. ഈ ജയിലിൽ പെട്ടിരിക്കുകയാണ്. ഈ ജയിലിൽ എന്താപ്പോ കുഴപ്പം എന്ന് വെച്ചാൽ ജിഹ്വൈകതോ അമും ഉപകർഷതി. പ്രഹ്ലാദൻ പറയുന്ന ശ്ലോകത്തിനെ അവസാനം എടുത്തിട്ടിരിക്കുകയാണ്. പ്രഹ്ലാദൻ നരസിംഹസ്വാമി മുമ്പിൽ വരുമ്പോ സ്തുതിക്കുന്ന സ്തുതിയിൽ, പ്രഹ്ലാദ സ്തുതിയിലുള്ള ശ്ലോകമാണിത്. പ്രഹ്ലാദൻ സാധാരണ ലൗകിക മനുഷ്യന്മാരുടെ ദുഃഖത്തിനെ പറയുമ്പോ പറയാണ്, നാവ് ഒരു വശത്തേക്ക് വലിക്കുന്നു, പല സാധനങ്ങളും തിന്നണം, അല്ലേ? എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതി. വിശപ്പിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത്തിരി ചോറും മോരും എന്തെങ്കിലും ഒരു വെജിറ്റബിളും ഉണ്ടെങ്കിലും മതി. പക്ഷെ നാവിന് അത് പോരാ. അതിന് ജിലേബി ഉണ്ടാക്കണം, അത് വളരെ മെനക്കെട്ടും ഉണ്ടാക്കണം, അതിന് ഒരുപാട് സമയം കളയണം, എന്നിട്ട് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വ്യാധിയും പിടിക്കണം. ഇങ്ങനെ അനേക കാര്യങ്ങൾ നാവ് നമ്മളെ അടിമപ്പെടുത്തിയിട്ട് ജിഹ്വൈകതോ അമും ഉപകർഷതി. പലതും തിന്നാനായി നാവ് ഇവനെ വലിക്കുന്നു എന്നാണ്. ജിതം സർവം ജിതേ രസേ എന്നതിനു മുമ്പ് പറഞ്ഞു. നാവിനെ ജയിച്ചാൽ കഴിഞ്ഞു. പക്ഷെ നാവ് പറഞ്ഞാൽ കേൾക്കില്ല. അത് പല വഴിക്കും ഇവനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. കർഹിതർഷ, ഇവന്റെ ആഗ്രഹം വേറൊരു വശത്തേക്ക് ഇവനെ വലിക്കുന്നു. ശിഷ്ണോന്യതഃ ത്വഗുദരം, ഇവന്റെ ഭോഗത്തിനുള്ള ഇന്ദ്രിയങ്ങളും ഇവന്റെ തോലും ഒരു വശത്തേക്ക് വലിക്കുന്നു. ഇവന്റെ ചെവി പലതും പുതിയത് കേൾക്കാനുള്ള ആഗ്രഹങ്ങളിൽ പലവിധത്തിലുള്ള പാട്ടുകളും സംഗീതവും ഒക്കെ നശിച്ചു പോയത് അങ്ങനെയാണ്. ത്യാഗരാജസ്വാമികൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ സ്വാമികളെ പാട്ട് പഠിപ്പിച്ച ഭാഗവതർ, വെങ്കട്ടരമണ ഭാഗവതർ, 9 വയസ്സായ ത്യാഗരാജനെ ശരഭോജി മഹാരാജാവിന്റെ സദസ്സിലേക്ക് കൊണ്ടുപോയി. ഈ കുട്ടി നല്ലവണ്ണം പാടും. രാജാവിന് കുട്ടിയെ കണ്ടപ്പോ ഔത്സുക്യം തോന്നി. ചെറിയ കുട്ടി, അനേക ഭാഗവതന്മാരുള്ള സദസ്സാണ്. ത്യാഗരാജനെ പാടാൻ പറഞ്ഞു. നല്ലവണ്ണം രാഗാലാപനം ചെയ്ത് അതിമധുരമായി ഹൃദയമുരുകുന്ന രീതിയിൽ ഒരു കീർത്തനം ത്യാഗരാജൻ പാടി. അത് കണ്ട് ഹൃദയം കുളിർന്ന രാജാവ് കഴുത്തിൽ നിന്ന് ഒരു നെക്ലസ് അഴിച്ച് ഈ കുട്ടിയുടെ കഴുത്തില്, ത്യാഗരാജന്റെ കഴുത്തില് ഇട്ടുകൊടുത്തു. 9 വയസ്സ് കുട്ടി കഴുത്തിൽ ഇട്ടുകൊടുത്തു. ത്യാഗരാജൻ ഒന്നും പറഞ്ഞില്ല. കഴുത്തില് ആ നെക്ലസ് ഇട്ടുകൊടുത്തത് അതേപോലെ ഇരിക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോ, കുതിരവണ്ടിയിൽ പോകുമ്പോ വെങ്കട്ടരമണ ഭാഗവതർ ത്യാഗരാജസ്വാമിയോട്, ത്യാഗരാജൻ കൊച്ചുകുട്ടി ത്യാഗരാജനോട് പറഞ്ഞു, ഇന്നാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം. എന്റെ ശിഷ്യൻ, എനിക്ക് പോലും കിട്ടാത്ത ഒരു അംഗീകാരം എന്റെ ശിഷ്യൻ ഈ കൊച്ചുകുട്ടിക്ക് കിട്ടിയല്ലോ. രാജാവ് തന്നെ കഴുത്തുന്ന ഒരു മാല അഴിച്ച് ഈ 9 വയസ്സ് കുട്ടിയുടെ കഴുത്തിൽ ഇട്ടുവല്ലോ എന്ന് പറയുമ്പോ കുട്ടി സന്തോഷിക്കല്ലേ വേണ്ടത്? കുട്ടിയെ പഠിപ്പിച്ച ടീച്ചറാണ് പറയണത്, കുട്ടിക്ക് ഇപ്പോഴൊക്കെ 1 വർഷം കൊണ്ട് സപ്തസ്വരവും മറ്റൊന്നും പഠിപ്പിച്ചിട്ട്, ഗീതങ്ങളൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ വേണ്ടില്ല, ഒരു 2 കീർത്തനം പഠിപ്പിച്ച് കാസറ്റിലും ഒക്കെ ഒപ്പിച്ച് യൂത്ത് ഫെസ്റ്റിവലിൽ കുട്ടിക്ക് സമ്മാനം വാങ്ങണമെന്ന് മാത്രമേ അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ. അച്ഛനും അമ്മയുടെയും വാനിറ്റിയാണ് കുട്ടിയുടെ തലയിൽ കയറ്റി വെച്ചിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം വാങ്ങണം. ഇവിടെ രാജാവ് കഴുത്തിൽ മാലയിട്ട് കൊടുത്ത് വെങ്കട്ടരമണ ഭാഗവതർ അനുമോദിച്ചുകൊണ്ടേ പോകുമ്പോ ത്യാഗരാജന്റെ കണ്ണിൽ കണ്ണീര് വന്നു. കുട്ടിക്കറിയാം. അപ്പൊ വെങ്കട്ടരമണ ഭാഗവതർ ആദ്യം വിചാരിച്ചു സന്തോഷം കൊണ്ട് കരയായിരിക്കും. പിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ ത്യാഗു കരയണത്? അപ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് ഹൃദയത്തിൽ നിന്നും വന്ന ഒരു കീർത്തനമാണ്, സംഗീതജ്ഞാനമോ ഭക്തി വിനാ സന്മാർഗമോ ഗളദേവോ മനസ. അദ്ദേഹത്തിനോടല്ല പറയണത്, തന്റെ അടുത്ത് തന്നെ, തന്റെ മനസ്സിന്റെ അടുത്ത് തന്നെ പറയാണ്, വെങ്കട്ടരമണ ഭാഗവതരോടല്ല.
തന്റെ മനസ്സിനോട് തന്നെ പറയാണ്. എന്നുവെച്ചാൽ ഈ ടോട്ടലി ബിക്കം ഇൻട്രോവേർട്ട്. അവിടെ വെങ്കട്ടരമണ ഭാഗവതരോ ശരഭോജി മഹാരാജാവോ ഒന്നുമില്ല. താൻ തന്നോട് തന്റെ ലോകത്തിലാണ്. ത്യാഗരാജൻ തന്നോട് തന്നെ പറയാണ്, മനസ്സേ പറയൂ, ഈ സംഗീതജ്ഞാനം ഭക്തിയില്ലെങ്കിൽ അത് സന്മാർഗത്തിനു പ്രയോജനപ്പെടുവോ? ഭക്തിക്ക് അത് കാരണമായിട്ടില്ലെങ്കിൽ, ഭഗവത് അനുഭവത്തിനത് കാരണമായിട്ടില്ലെങ്കിൽ ഈ സംഗീതജ്ഞാനം കൊണ്ട് എനിക്കെന്തു പ്രയോജനം? ഞാൻ സംഗീതം പാടി മമതാബന്ധനയുത നരസ്തുതി സുഖമാം. 4 പേര് എന്നെ കണ്ട് ത്യാഗരാജൻ വളരെ ഗംഭീരമായിട്ട് പാടി എന്ന് പറഞ്ഞ് എല്ലാവരും കൈതട്ടും. അപ്പൊ രാജാവിനെ പോലെയുള്ളവർ അംഗീകാരം തരും. എനിക്ക് ധാരാളം പണം കിട്ടും. നിതിസാല സുഖമാ രാമുനി സന്നിധി സേവാ സുഖമാ നിജമുഖ വൽഗു. മനസ്സിനോട് തന്നെയാണ് ചോദിക്കണത്. മനസ്സേ പറയൂ, നിറയെ നിധി കിട്ടും, നിറയെ സമ്പത്ത് കിട്ടും, നിറയെ പണം കിട്ടും, നല്ല തൈര് പാല് ഒക്കെ കൂട്ടി ഊണ് കഴിക്കാം, എല്ലാം സുഖമായി എല്ലാ സമൃദ്ധിയായിട്ടിരിക്കും, വലിയ ഭാഗവതരായി അംഗീകരിക്കും. ഇതൊക്കെ സുഖമാണോ? അല്ല രാമസന്നിധിയിലിരുന്ന് രാമനെ ആസ്വദിക്കുന്നത് സുഖമോ? അപ്പൊ ചെവിക്ക് സംഗീതമൊക്കെ തന്നെ ആർട്ടായിട്ട് മാറുമ്പോ, കലയായിട്ട് മാറുമ്പോ അത് ഇന്ദ്രിയപ്രീതിക്ക് മാത്രമായിട്ട് തീരും. ഉള്ളിലുള്ള യജമാനന് കൊടുക്കാതെ ക്ലർക്കും പ്യൂണും ഒക്കെ ചിലപ്പോ പണം കൈക്കൂലി വാങ്ങി തിന്നു കഴിഞ്ഞിട്ട് ഉള്ളിൽ ഗവൺമെന്റിന് പണം എത്താതാവണില്ലേ? അതുപോലെയാണ് ഇന്ദ്രിയങ്ങളൊക്കെ തിന്നു കഴിയുമ്പോ ഉള്ളിലുള്ള അന്തർയാമിക്ക് പോകേണ്ട സാധനങ്ങൾ പലതും പോവില്ല. The moment you taste with your senses or the mind, you will lose the taste of the self. ആത്മാവിന്റെ രുചി പോയി പോകും. ഇന്ദ്രിയങ്ങളിലും മനസ്സിലും അതിന്റെ രുചി കണ്ടെത്തി നിന്ന് കഴിയുമ്പോ ഹൃദയത്തിന്റെ രുചി പോയി പോകും. ഹൃദയത്തിന്റെ രുചി അത് വേറെ ഒന്നാണ്. രാജാവ് സദസ്സിൽ പാടാനായി ത്യാഗരാജനെ വിളിച്ചു. ഇതേ ശരഭോജി മഹാരാജാവ്. ത്യാഗരാജൻ വലിയ പണക്കാരനല്ല, ശാപ്പാടിനില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ത്യാഗരാജസ്വാമികൾ. ശാപ്പാടനില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, എന്നുവെച്ചാൽ ഇദ്ദേഹം ഒരു ദിവസം 1,00,000-ലധികം രാമനാമം ജപിക്കും. നാമം ജപിച്ച് രാമനെ ആരാധിക്കും. രാമനെ എങ്ങനെയൊക്കെ ആസ്വദിച്ചിരിക്കുന്നു, ഏതൊക്കെ വിധത്തിൽ ആസ്വദിച്ചിരിക്കുന്നു. സത്സംഗം, ഭക്തി, ജ്ഞാനം, അതേപോലെ തന്നെ തനിക്ക് മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങള്, ഭാവം, ഇതൊക്കെ തന്നെ ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളിലുണ്ട്. എന്നുവെച്ചാൽ സംവാദമാണ്, രാമനോട് സംവാദമാണ്. അതുപോലെ ഒരു സംവാദമാണ് ശരഭോജി മഹാരാജാവ് അംഗീകരിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് ത്യാഗരാജന്റെ സ്ഥിതി. വീട്ടിൽ ഊണ് കഴിക്കാൻ വിഷമാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ രാമഭക്തിയിൽ ഊറി ഭക്തി ചെയ്തുകൊണ്ടിരുന്ന ത്യാഗരാജന് ഏട്ടൻ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ജപ്യേശൻ എന്ന് പേര് ഏട്ടന്റെ. രണ്ടുപേരും തിരുവയ്യാറിൽ ജനിച്ചതുകൊണ്ട് ത്യാഗരാജൻ പേര് വരാൻ കാരണം തിരുവാരൂരിലാണ് ജനിച്ചത്. തിരുവാരൂർ ത്യാഗരാജൻ ശിവനാണ്. ആ പേരാണ് ത്യാഗരാജൻ പേര്. അദ്ദേഹത്തിന്റെ ഏട്ടന് ജപ്യേശൻ എന്ന് പേര്. അദ്ദേഹം ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും ത്യാഗരാജസ്വാമികളെ. ഒരു വകയ്ക്ക് കൊള്ളില്ല, എപ്പോഴും പാട്ടും പാടിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം സാധാരണ ഒരു ലൗകികൻ. അദ്ദേഹത്തിന് മന്ത്രവാദം അറിയാം, ജ്യോതിഷം അറിയാം, വേദാധ്യയനം ചെയ്തിട്ടുണ്ട്. പൗരോഹിത്യത്തിന് പോകും, ജ്യോതിഷത്തിന് വിളിച്ചാൽ ജ്യോതിഷത്തിന് പോകും. ഇന്നൊക്കെ ആണെങ്കിൽ ധാരാളം കാശുണ്ടാക്കാമായിരുന്നു, അതൊന്നും കിട്ടില്ല. അതിൽ അദ്ദേഹം വിഷമിക്കുകയാണ് പാവം. അദ്ദേഹം കൊണ്ടുവന്ന പണം കൊണ്ടാണ് കുടുംബം നടക്കുന്നത്. അങ്ങനെ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ത്യാഗരാജൻ കുടുംബത്തിനെ കുറിച്ച് യാതൊരു വിഷമവും ഇല്ലാതെ, നമ്മളെ നോക്കാൻ ഒരാളുള്ളപ്പോ നമ്മൾ എന്തിനാ വിഷമിക്കണം? യോഗക്ഷേമം വഹാമ്യഹം. ഇപ്പൊ ഏട്ടനിലൂടെ രാമൻ യോഗക്ഷേമം വഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്തിനു വിഷമിക്കണം എന്നുള്ളതാണ് ത്യാഗരാജസ്വാമിയുടെ സിദ്ധാന്തം.
അദ്ദേഹം സുഖമായി ഏട്ടത്തിയമ്മ ചീത്ത പറഞ്ഞുകൊണ്ട് ശാപ്പാട് കൊടുത്താലും കഴിക്കും. ഏട്ടൻ ചീത്ത പറഞ്ഞാലും കേട്ടോളും. എന്താന്ന് വെച്ചാൽ കേട്ടാലല്ലേ ഉള്ളൂ, ഉള്ളിൽ കടന്നാലല്ലേ ഉള്ളൂ. രാമനാമവും ജപിച്ച് ഭക്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏട്ടന് സഹിക്കവയ്യാതായപ്പോ ആരോ ഉപദേശിച്ചു കൊടുത്തു. ഈ അഗ്രഹാരങ്ങളില് ഉപദേശിക്കാൻ ആളുകൾ ധാരാളം ഉണ്ടാവും. ഏട്ടന് പറഞ്ഞു കൊടുത്തു, ഒരു കല്യാണം കഴിച്ചു വെച്ചാൽ ത്യാഗരാജൻ നന്നാവും, ചുമതല വരും. ഇതിപ്പോ തനിയെ ബ്രഹ്മചാരിയായിട്ട് രാമനാമവും ജപിച്ച് ഭക്തി ചെയ്തുകൊണ്ട് കീർത്തനവും പാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത്. അതുകൊണ്ട് ഒരു കല്യാണം കഴിച്ചു വെച്ചാൽ ചുമതല വരും, അതുകൊണ്ട് കല്യാണം കഴിച്ചു വെക്കൂ. ഏട്ടൻ അവിടെ ഇവിടെയൊക്കെ നോക്കി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വെച്ചു. കല്യാണം കഴിച്ചു വെച്ചപ്പോ എന്തായി? രണ്ടുപേരും കൂടെ ഇരുന്ന് ഭജന പാടും. ത്യാഗരാജൻ രാമനെ ആരാധിക്കും. രാമഭക്തി സാമ്രാജ്യം. 2 ദിവസം മുമ്പ് ഒരു ഭാഗവതർ വീട്ടില് കാണാനായിട്ട് വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ, ഞാൻ ഓരോ കീർത്തനം പറയും, അദ്ദേഹം പാടും. അങ്ങനെ ഒരു വലിയ പ്രസിദ്ധനായ ഭാഗവതർ. അതുകൊണ്ടാണ്, അതിന്റെ മൂഡായിരിക്കും എനിക്കിപ്പോ ഞാൻ വന്നിരുന്നതും ത്യാഗരാജൻ വരുന്നത്. അപ്പോ അത് അദ്ദേഹം പാടിയ ഒരു കീർത്തനമാണ് രാമഭക്തി സാമ്രാജ്യം. അതില് രാമഭക്തി സാമ്രാജ്യത്തിന് അധിപതികളായിട്ടിരിക്കുന്നു ആ സാധുക്കൾ, ആ സന്തുക്കളുടെ സംഘം. ആ സംഘത്തിലുണ്ടാകുന്ന രസം എങ്ങനെ പറയും? സാലാ സ്വാനുഭവവേദ്യം. സ്വാനുഭവം കൊണ്ട് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ രസിച്ചുകൊണ്ട്, രാമനെ ആസ്വദിച്ചുകൊണ്ട്, വർണ്ണിച്ചുകൊണ്ട്, കീർത്തനം പാടിക്കൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കാം. ഭാര്യ എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാണ്. അപ്പോ ഏട്ടന് ടെൻഷനായി. ഒരു തഹസിൽദാർ പറഞ്ഞു കൊടുത്തതാണ്. തഹസിൽദാറിനെ ഒരുപാട് ചീത്ത പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ 2 പേരെ നോക്കേണ്ട ചുമതലയായി. തഹസിൽദാർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകം മനസ്സിലാവാതെയാണ്. കുറച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടി ഉണ്ടാവും, കുട്ടി ഉണ്ടായി കഴിയുമ്പോ ചുമതലയാവുന്നു. കുറച്ചു കഴിഞ്ഞ് പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി ജനിച്ചു. പെൺകുട്ടി ജനിച്ച് കുറച്ചു ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ആ കുട്ടി വലുതാവുമ്പോ ചുമതല വരുന്നു. 3 പേരും കൂടെ ഇരുന്ന് രാമഭക്തി. ഭക്തിക്ക് 1 പോരാ, 2 പോരാ, 3ആയി. ഒരു ദിവസം സഹിക്കവയ്യാതെ ഏട്ടൻ എന്തൊക്കെയോ ചെയ്തു നോക്കി. ഒരു ദിവസം വിഗ്രഹത്തിനെ എടുത്തുകൊണ്ടുപോയി കാവേരിയിൽ എറിഞ്ഞു. അതൊക്കെ സ്വാമികളുടെ കഥയിലുള്ള ഭാഗങ്ങളാണ്. ആ സന്ദർഭത്തിൽ ഒരുപാട് കീർത്തനങ്ങൾ ത്യാഗരാജസ്വാമികൾ പാടി. പിന്നീട് വിഗ്രഹം തിരിച്ചു കിട്ടുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ത്യാഗരാജനൊരു ബുദ്ധി വരണം എന്ന് പറഞ്ഞ് അവസാനം കണ്ടുപിടിച്ചത് വീടിന് ഭാഗം വെച്ചു കൊടുത്തു. വീടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് പോയാൽ കാണാം, ഈ ഇത്രയുണ്ടല്ലോ, ഇതിലൊരു പകുതിയേ ഉണ്ടാവുള്ളൂ ആ വീട്. ത്യാഗരാജസ്വാമിയുടെ വീട് ഇപ്പൊ ഗവൺമെന്റിന്റെ കയ്യിലാണോ എന്തോ എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു 2-3 മാസം, 1 വർഷം മുമ്പ് മറ്റോ പോയപ്പോ അവിടെ ഒരാൾ മേശയും ചീട്ടും പെൻസിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അയാൾ തുറന്നു തന്നു. ഉള്ളിലൊക്കെ പോയി തൊഴുതിട്ട് നമസ്കരിച്ചിട്ട് വന്നപ്പോ അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുക, ഇവിടെ എന്താ വിശേഷം? ഇതാണ് നമ്മളുടെ മോഡേൺ ലോകം. അപ്പോ ചെറിയ വീടാണ്. അതിന് 2ആയി ഭാഗം പിരിച്ച് ത്യാഗരാജന് ഒരു ഭാഗം കൊടുത്തു. ഇനിയിപ്പോ നിവൃത്തിയില്ലല്ലോ, ഇനി ഏട്ടന്റെ വീട്ടിൽ നിന്ന് ശാപ്പാട് കിട്ടില്ല. അപ്പോഴെങ്കിലും സമ്പാദ്യത്തിനായി യത്നിക്കുമെന്ന് പറഞ്ഞാണ് പിരിച്ചു കൊടുത്തത്. അപ്പൊ സ്വാമികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ചൊമ്പെടുത്തു. ചൊമ്പില് ഒരു ചരട് കെട്ടി ഭാഗവത സമ്പ്രദായം അനുസരിച്ച് ഉഞ്ചവൃത്തി ധർമ്മം തോളിലിട്ടാൽ, കീർത്തനം പാടിക്കൊണ്ട് തെരുവിലിറങ്ങി നടന്നാൽ അവരവര് നല്ല സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ ഭിക്ഷ കൊടുക്കും. ഓരോ പിടി അരി. ആ അരി മതി. അരിയും പരിപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് പോലും വേണ്ട, കിട്ടിയത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കഴിക്കാം. സമൃദ്ധം. ഇപ്പൊ ഏട്ടന്റെ ശണ്ടകൂടലോ ചീത്ത പറയലോ ഒന്നുമില്ല. ഉഞ്ചവൃത്തി കൊണ്ട് എന്ത് കിട്ടുമോ അതുകൊണ്ട് ഇവര് 3 പേരും കഴിഞ്ഞുകൊണ്ടിരുന്നു. സമൃദ്ധമായി കഴിഞ്ഞു എന്നാണ് സ്വാമികൾ ഉഞ്ചവൃത്തി ധർമ്മം കൊണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ആളെയാണ് രാജാവ് ക്ഷണിച്ചത്, ശരഭോജി മഹാരാജാവ്. എവിടെങ്കിലും ഒരു ചാൻസ് നമുക്ക് കിട്ടും എന്നല്ലേ നമ്മൾ നോക്കാം. രാജാവ് ക്ഷണിച്ചപ്പോ പോയില്ല രാജസദസ്സിൽ പാടാനായിട്ട്. അപ്പോഴാണ് ജപ്യേശൻ വളരെ കോപിച്ച് പറഞ്ഞത്,
വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ് നീ തട്ടിക്കളഞ്ഞിരിക്കുന്നത്. ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പൊ പാടിയ കീർത്തനമാണ് നിധിസാല സുഖമാ രാമു നീ സന്നിധി സേവാ സുഖമാ നിജമുഖ മൽകു. മനസ്സിനോടാണ് പറയുന്നത്, ഏട്ടനോടല്ല. മനസ്സെ, പണം വേണമെങ്കിൽ ദാ സമൃദ്ധമായിട്ടുണ്ട്. ഇപ്പൊ ശരഭോജി മഹാരാജാവിന്റെ സദസ്സിൽ പോയി പാടിയാൽ ധാരാളം പണം കിട്ടും. അത് സുഖമാണോ അല്ല രാമന്റെ സന്നിധിയിലിരുന്ന് പാടുന്നത് സുഖമോ? നീ തന്നെ തുറന്നു പറയൂ, ഹൃദയം തുറന്നു പറയൂ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കിട്ടും, പറയൂ. അവിടെ പോയാൽ പണം മാത്രമല്ല പുകഴ് പ്രസിദ്ധിയും കിട്ടും. മമതാബന്ധനയുത നരസ്തുതി സുഖമാ. എല്ലാരും എന്നെ പുകഴ്ത്തും തോറും എന്താവും? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് അഭിമാനം പോകുന്നത് വിഷമം. ആളുകൾ സ്തുതിക്കും തോറും ഞാൻ വലിയ ഭാഗവതരാണെന്നും എന്നെപ്പോലെ വലിയ ആളില്ല എന്നും ഒക്കെ തോന്നും. ഇതൊക്കെ ഈ ശരീര സംബന്ധമാണ്. ദേഹസംബന്ധമായ അഭിമാനം ഉണ്ടാവും. ഇതൊക്കെ വേണോ മനസ്സേ എന്ന് ചോദിച്ച് കരയുന്ന ഒരു കീർത്തനം, കല്യാണിയിലുള്ള കീർത്തനമാണ് നിധിസാല സുഖമ. അതേ സ്വാമികൾ വേറെ ഒരു സ്ഥലത്തിൽ സ്തുതി കിട്ടിയപ്പോ സന്തോഷിച്ചു. ഫ്രം എ റൈറ്റ് സോഴ്സ്. കാശിയിൽ നിന്നും ഒരു സന്യാസി, ഒരു പരമഭക്തനായ ഒരു യതി ത്യാഗരാജൻ പാടി കേൾക്കണമെന്ന് ആശിച്ച് കാശിയിൽ നിന്നും നടന്ന് തിരുവയ്യാറിലേക്ക് വരികയും തിരുവയ്യാറിൽ വന്ന് ത്യാഗരാജസ്വാമികളെ കണ്ട് എനിക്ക് അവിടുന്ന് പാടി കേൾക്കാൻ ആഗ്രഹിച്ച് ഞാൻ കാശിയിൽ നിന്ന് വന്നിരിക്കണു എന്ന് പറഞ്ഞപ്പോ റിയലി ഈ വാസ് എലേറ്റഡ്. ഹൃദയത്തിൽ നിന്നൊരു സന്തോഷം. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സന്തോഷമാണ്, ശരീരത്തിൽ നിന്നല്ല. വന്നിരിക്കുന്നതോ സർവസംഘപരിത്യാഗിയായ ഒരു സന്യാസി. എന്തിനു വന്നിരിക്കുന്നു? ത്യാഗരാജൻ പാടി കേൾക്കണമെന്ന് ആശിച്ച് കാശിയിൽ നിന്ന് നടന്നു വന്നിരിക്കുന്നു. അത് കണ്ടപ്പോ ഭഗവാനെ തനിക്കൊരു അംഗീകാരം തന്നിരിക്കണു എന്നൊരു സന്തോഷം. ലോകത്തിലുള്ളവരുടെ അംഗീകാരമൊക്കെ എന്തിനാ? ആ ആനന്ദത്തിൽ ദാശരഥേ നീ ഋണമുദീർപ്പനാതരമാം എന്ന് തൊടിയിലൊരു കീർത്തനം. ഇതൊക്കെ എല്ലാരും പാടി കേട്ടിട്ടുണ്ടാവും. ഈ കീർത്തനത്തിന് പുറകിലൊക്കെ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഹേ രാമ, നീ ഋണം എന്ന് വെച്ചാൽ അറിയാലോ, കടം. നിനക്കുള്ള കടത്തിനെ ഞാൻ തീർക്കാൻ പറ്റുമോ? ആശതീര ദൂരദേശങ്ങളിലൊക്കെ പോയി എന്റെ പ്രസിദ്ധിയെ നീ പ്രകാശിപ്പിച്ചു. ഞാനല്ല രാമഭക്തി പ്രചരിപ്പിച്ചത്. ഞാൻ രാമഭക്തി പ്രചരിപ്പിച്ചു എന്ന് ആളുകൾ അറിവില്ലാതെ പറയുകയാണ്. ആശതീര ദൂരദേശങ്ങളിൽ പോയി രാമൻ ത്യാഗരാജനെ പ്രചരിപ്പിച്ചു. എന്നിട്ടല്ലേ ഒരു തന്റെ ഭക്തന്മാരെയൊക്കെ അല്ലേ എന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. രസിക ശിരോമണി എന്ന് വിളിക്കുന്നു ആ കീർത്തനത്തിൽ. ആരാ രസിക ശിരോമണി എന്ന് വെച്ചാൽ ഓഡിയൻസ് അല്ല. രസിക ശിരോമണി ദാശരഥേ. രാമനാണ് രസിക ശിരോമണി. രസിക്കാൻ അറിയുന്നവൻ രാമനാണ്. രാമൻ രസിച്ച് വേണം ഞാൻ സന്തോഷിക്കാൻ. അപ്പൊ രാമനാണ് രസിക ശിരോമണി. ആ ഭാവത്തിൽ പാടിയ കീർത്തനമാണത്. അവിടെ സംഗീതം എന്തിനാണ്? ശ്രവണം എന്തിനാണ്? ഭക്തിക്കാണ്, ഭഗവത് അനുഭവത്തിനാണ്, ഭഗവാനെ അനുഭവിക്കാനാണ്. അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ സന്തോഷിക്കാം. ഭാഗവത സിദ്ധാന്തമേതാണ്. യയാ തുഷ്യതി അധോക്ഷജ. എങ്ങനെയാണെങ്കിൽ അന്തര്യാമിയായ ഭഗവാൻ സന്തോഷിക്കുമോ അങ്ങനെ ഇരിക്കൂ. അങ്ങനെയല്ലാതെ സംഗീതം വെറും പ്രതിഭയായിട്ട് മാറുമ്പോ, കലയായിട്ട് മാറുമ്പോ, സംഗീതം എന്തിനു വേണ്ടിയാണ്? രസിക്കാനാണ്. അപ്പൊ എന്താവും? ത്യാഗരാജ കീർത്തനങ്ങൾ എടുത്ത് തന്നെ നമ്മള് കസർത്ത് കാണിക്കും. കസർത്ത് കാണിച്ച് കുറച്ചു കഴിഞ്ഞ് രസിച്ച് കഴിയുമ്പോ ആ കീർത്തനങ്ങളിൽ രസിക്കുക എന്നുള്ള സ്വഭാവം തന്നെ വന്നിട്ടാണ് നമ്മളുടെ ഇന്നത്തെ സിനിമാ പാട്ടുകൾ വരെ വന്ന് നിൽക്കുന്നത്. ആ കീർത്തനങ്ങളുടെ കാലം കഴിഞ്ഞ് സിനിമാ ലോകം തുടങ്ങിയപ്പോഴും സിനിമാ പാട്ടുകളൊക്കെ തന്നെ ഏകദേശം കർണാടക സംഗീതത്തിന്റെ രാഗങ്ങളും താളവും ഒക്കെ എടുത്തിട്ടായിരുന്നു ആദ്യം. പിന്നെ പതുക്കെ അതിന്റെ രാഗവും മട്ടും ഒക്കെ മാറി കേവലം ഇന്ദ്രിയ സുഖത്തിന്, ശരീരത്തിന്റെ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ മാത്രമായി തീരുമ്പോ അതിന് സംഗീതം എന്ന് പേരില്ല, ഗ്രാമ്യഗീതം എന്ന് ഭാഗവതം പറയും. അതിന് ഗ്രാമ്യഗീതം എന്ന് പേര്. അതായത് ഗ്രാമ്യം എന്ന് വെച്ചാൽ വിഷയസുഖത്തിനെ ഉദ്ബുദ്ധമാക്കുന്നത്, മനസ്സിനെ ചപലമാക്കുന്നത്, ഇന്ദ്രിയങ്ങളെ ചപലമാക്കുന്നത്, ശാന്തി ഇല്ലാതാക്കുന്നത്. ദാറ്റ് വിച്ച് ക്രിയേറ്റ്സ് ഉദ്വേഗം. ഉദ്വേഗം എന്നാണ് ഗീതയിലെ വാക്ക്.
അനുദ്വേഗകരം വാക്യം. ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സടങ്ങണം. അതിനു പകരം മനസ്സ് ചഞ്ചലപ്പെടുകയാണെങ്കിൽ ആ വാക്കിൽ എന്തോ കുഴപ്പമുണ്ട്, പറയുന്ന ആളിൽ എന്തോ കുഴപ്പമുണ്ട് എന്നർത്ഥമാണ്. അതേപോലെ സംഗീതവും ഇറ്റ് ഷുഡ് ഹാവ് ദാറ്റ് ടോട്ടൽ ഹീലിംഗ് പവർ. അതെപ്പോ വരും? ഹൃദയത്തിൽ നിന്ന് വന്നാൽ, ഹൃദയത്തിലേക്ക് പോയാൽ കേൾക്കുന്നവർക്ക് ശാന്തി, ആനന്ദം ഒക്കെ ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത ശബ്ദം, സംഗീതം മാത്രമല്ല എന്ത് ശബ്ദമോ, ആ ശബ്ദം നമ്മളുടെ ഉള്ളിലേക്ക് പോയാൽ, ശബ്ദം വളരെ പ്രധാനമാണ്. ഡിസ്റ്റർബിംഗ് ആയിട്ട് ചില ശബ്ദമൊക്കെ കേട്ടാൽ ചിലപ്പോൾ ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കും. ചില ശബ്ദം മതി ആളുകളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. കാലൊക്കെ ചലിപ്പിച്ച് നടന്നാൽ, ഉരച്ചു നടന്നാൽ ചിലർക്ക് ഇർക്സം ഫീലിംഗ് ഉണ്ടാവും. ശബ്ദം, ഓരോ രീതിയിലുള്ള ശബ്ദം ഉള്ളിൽ കിടക്കുമ്പോ ബ്രെയിനിലും മനസ്സിലും ഒക്കെ ചാഞ്ചല്യം ഉണ്ടാക്കും. ശബ്ദം ഹൃദയത്തിൽ നിന്ന് വരണം. ത്യാഗരാജസ്വാമികൾ തന്നെ പാടി, നാഭി ഹൃത് കണ്ഠരസന. നാഭിയിൽ നിന്ന് വരുന്ന ശബ്ദം ഹൃദയത്തിനെ സ്പർശിച്ച് കണ്ഠത്തിലൂടെ, നാവിലൂടെ പുറത്തു വരണം. ഭാഗവതത്തിലും പൃഥുമഹാരാജാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങനെ ഭഗവത് ഗുണം പറയുന്നവരുടെ ഭഗവത് ഗുണശ്രവണത്തിന് എനിക്കൊരു 10,000 ചെവി തരൂ എന്നാണ്. മഹത്തമാന്തർഹൃദയാത് മുഖച്യുതോ വിധത്സ്വ കർണായുധമേഷമേ വരഹ. അത് എനിക്ക് വരമായിട്ട് തരൂ. അന്തർഹൃദയാത് മുഖച്യുത, അന്തർഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം വാക്കിലൂടെ വരണം. അപ്പോ അങ്ങനെ അല്ലാതെ ഗ്രാമ്യ ശബ്ദം, നമ്മളുടെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാക്കുന്ന ശബ്ദം, നമ്മളെ ചപലമാക്കുന്ന ശബ്ദം, അർത്ഥം, അതിലേക്ക് മനസ്സ് പോയാൽ മനസ്സിന്റെ ശാന്തി പോകും. അതേപോലെ നാവിന് രുചിക്കുന്ന വസ്തുക്കൾ പതുക്കെ പതുക്കെ ശരീര ആരോഗ്യത്തിനെ നശിപ്പിക്കുകയും മനസ്സിന്റെ ശാന്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണെങ്കിൽ അതും നമുക്ക് അപകടമായിട്ട് തീരും. നാവിന് രുചിയുണ്ട്. ചിലരെന്തും തിന്നും. നാവിന് രുചിയുണ്ടെങ്കിൽ, ഒരു ചൊല്ലുണ്ട്, എഴഞ്ഞു നടക്കുന്നതിൽ ട്രെയിനും പറക്കുന്നതിൽ പ്ലെയിനും ഒഴിച്ച് എല്ലാം തിന്നും എന്നാണ്. ജിഹ്വൈകതോ അമുപകർഷതി കർഹിതർഷാ ശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യത ചപലദൃക്വച കർമ്മശക്തി. ഇതിൽ 2 കാര്യമേ ഞാൻ മുഖ്യമായി പറഞ്ഞുള്ളൂ. മൂക്ക് പലവിധത്തിലുള്ള ഗന്ധങ്ങൾ മണക്കാനും കർമ്മം ചെയ്യാനുള്ള ടെൻഡൻസി, അത് മനുഷ്യനെ ഇങ്ങനെ ചപലപ്പെടുത്തിക്കൊണ്ടിരിക്കും. വെറുതെ ഇരിക്കാനേ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. രാമകൃഷ്ണദേവൻ കളിയാക്കിക്കൊണ്ട് പറയും, വാർദ്ധക്യ ദശയിലെങ്കിലും ഭക്തി ചെയ്തൂടെ? അപ്പൊ അവൻ പറയണു, എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് വേലി കെട്ടുകയാണ് എന്ന് പറയും. പഴയ വേലിയൊക്കെ പൊളിച്ചിട്ട് പിന്നെയും കെട്ടുകയാണ്. ഇപ്പൊ വേലി കെട്ടലൊന്നും വേണ്ട, കമ്പ്യൂട്ടർ, TV ഒക്കെ ഉണ്ടല്ലോ. കർമ്മശക്തി, കർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഒരു മേഖല കണ്ടുപിടിച്ച് പ്രവർത്തിക്കും. നമ്മൾ വിചാരിക്കും അവര് വലിയ അധ്വാനികളാണെന്നും സോഷ്യൽ സർവീസ് ചെയ്യുകയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ പലപ്പോഴും അത് സോഷ്യൽ സർവീസോ അധ്വാനോ അല്ല. ദേ ആർ ഓൺലി ത്രോയിങ് ഔട്ട് ദെയർ ഇന്നർ റെസ്റ്റ്ലെസ്നെസ്. ഉള്ളിൽ എന്തോ റെസ്റ്റ്ലെസ് ആണ്, ഒരു ചാഞ്ചല്യമാണ്, ചാപല്യമാണ്. അതിനെ പുറത്തേക്ക് വിടാനായി അവരോരോ ഫീൽഡ് കണ്ടെത്തുകയാണ്. ഇങ്ങനെ അവന്റെ സ്ഥിതിയെ ഇവിടെ പറയുന്നത്, ബഹ്വ്യ സപത്ന ഇവ ഗേഹപതിം ലുനന്തി. ഒരാള് 5 കല്യാണം കഴിച്ചു അത്രേ. 5 ഭാര്യമാരും ഒരു വീട്ടിൽ 5 മുറിയിൽ താമസിപ്പിച്ചു. ഇയാൾക്ക് രാത്രി ഉറക്കമില്ല, പകല് സമാധാനമില്ല. 5 പേരും കൂടെ ലഹള, ഷണ്ഡ. അവരുടെ നടുവിൽ കുടുങ്ങിയ ഒരു പുരുഷനെ പോലെ ബഹ്വ്യ സപത്ന ഇവ ഗേഹപതിം ലുനന്തി. ഇതാണ് ഉദാഹരണം. ഈ 5 ഇന്ദ്രിയങ്ങളും ഈ ഉള്ളിലുള്ള ജീവന് 5 ഭാര്യമാരാണ്. 5ഉം 5 വശങ്ങളിലേക്ക് വലിക്കുകയാണ്. അവരൊക്കെ പറയുന്നു, ഈ അന്തര്യാമി ഞങ്ങൾക്ക് സ്വന്തമാണ്. ശാന്തിയായി ഇരിക്കാൻ സമ്മതിക്കാതെ കണ്ണു ഒരു വശത്തേക്ക് വലിക്കുന്നു, ചെവി ഒരു വശത്തേക്ക് വലിക്കുന്നു, മൂക്കൊരു വശത്തേക്ക് വലിക്കുന്നു, നാവ് ഒരു വശത്തേക്ക് വലിക്കുന്നു, ത്വക്കൊരു വശത്തേക്ക് വലിക്കുന്നു. ആ ജീവന്റെ കാര്യം ബഹുകഷ്ടമാണ്.
ഇത്തിരി പരിഹാസമായിട്ട് പറഞ്ഞത്, ശാസ്ത്രം നമ്മളെ നിന്ദിക്കുകയല്ല ചെയ്യാം, നമുക്ക് കണ്ണാടി മാത്രമാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള നമ്മളുടെ സ്ഥിതിയൊക്കെ ചിലപ്പോ ഫോട്ടോ പിടിച്ച് കാണിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവന്റെ സ്ഥിതിയാണ്. ഭാഗവതത്തിൽ പലയിടത്തും ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഈ ജീവ അപഹസനമുണ്ട്, ജീവനെ പരിഹസിക്കൽ. എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ഗൗരവശാലികളായി നല്ലൊരു ഉയർന്ന നിലയിൽ ഇരിക്കണമെന്ന് വിചാരിക്കുമ്പോ നമ്മൾ ഇരിക്കുന്ന സ്ഥിതിയെ ഒത്തിരി ഒന്ന് കളിയാക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് എഴുന്നേൽപ്പിക്കാൻ വ്യാസഭഗവാൻ ഇത്തിരി കാരുണ്യം കാണിച്ചതാണ്.